വയനാട്ടിലെ ദുരന്തബാധിതരിൽ നിന്ന് പിടിച്ചെടുത്ത വായ്പാ തുക തിരികെ നൽകാമെന്ന് കൽപ്പറ്റ ഗ്രാമീൺ ബാങ്ക്. പ്രതിഷേധം വ്യാപകമായതോടെയാണ് നടപടി. പണം പിടിച്ച ബാങ്ക് നടപടിക്കെതിരെ ഡിവൈഎഫ്ഐയുടെ ഉപരോധം തുടരുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ ലതീഷ് ചേരുകയാണ്. ലതീഷ്, വളരെ കൃത്യമായ ഒരു ഇടപെടൽ ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഈ പ്രതിഷേധം ഉണ്ടായിരുന്നില്ലെങ്കിൽ കൃത്യമായും ഈ വായ്പ കൂടുതൽ പേരിൽ നിന്ന് തിരിച്ചെടുക്കുന്ന നടപടികളുമായി ബാങ്ക് മുന്നോട്ട് പോവുകയും ചെയ്യുമായിരുന്നു. ഇത് ഒരു സൂചകവുമാണ്, ഒരേ സമയം ഒരു താക്കീതുമാണ്. ഇത്തരം ദുരന്തമുഖങ്ങളിൽ ബാങ്കുകൾ ഇങ്ങനെയല്ല പെരുമാറേണ്ടതെന്ന് ഒരു താക്കീതാണ് യുവജന സംഘടനകൾ നൽകുകയും ചെയ്തത്. നാടിനൊപ്പമാണ് നിൽക്കേണ്ടത്, ദുരന്തബാധിതർക്കൊപ്പമാണ് നിൽക്കേണ്ടത്. ആ സാമൂഹ്യ ഉത്തരവാദിത്വം ബാങ്കുകൾ നിർവഹിക്കണമെന്ന് തന്നെയാണ് ഇന്ന് യുവജന സംഘടനകൾ പറയുകയും ചെയ്തത്. എങ്ങനെയാണ് ഇപ്പോൾ ഈ ഉപരോധത്തിൻ്റെ ഒരു രീതി പുരോഗമിക്കുന്നത്? സിജു, ഞാൻ ബാങ്കിനുള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. ജീവനക്കാരൊന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് കാണാം. കാരണം വലിയ പ്രതിഷേധത്തെ തുടർന്ന് ജീവനക്കാർക്ക് ഓഫീസിനുള്ളിലേക്ക് പ്രവേശിക്കാനായിരുന്നില്ല. ബാങ്ക് മാനേജറും 2 ജീവനക്കാരും മാത്രമാണ് ഓഫീസിനുള്ളിലേക്ക് പ്രവേശിക്കാനായത്. അതും ഈ പിടിച്ച പണം തിരിച്ച് നൽകും എന്നുള്ള ഒരു ഉറപ്പ് നൽകിയ ശേഷമാണ് ബാങ്ക് മാനേജർക്ക് ഉൾപ്പെടെ ഇവിടേക്ക് പ്രവേശിക്കാനായത്. നിലവിൽ നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് 3 പേരുടെ പണം അവരുടെ അക്കൗണ്ടുകളിലേക്ക് തിരിച്ചു നൽകിയതായുള്ള രേഖ യുവജന സംഘടനാ പ്രതിനിധികൾക്ക് ഇതിനകം തന്നെ ബാങ്ക് മാനേജർ കൈമാറിയിട്ടുണ്ട്. ബാക്കി വന്ന ആളുകളുടെ ലിസ്റ്റ് പരിശോധിച്ച് അവരുടെ തുക പിടിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പിടിച്ച പണം തിരിച്ച് അവരവരുടെ അക്കൗണ്ടിലേക്ക് നൽകും എന്നുള്ള ഒരു ഉറപ്പും ബാങ്ക് അധികൃതർ യുവജന സംഘടനകൾക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും പ്രതിഷേധം ഇപ്പോഴും ഇവിടെ തുടരുന്ന ഒരു സാഹചര്യം. ഈ ദുരന്തബാധിതർ ഈ ബാങ്ക് കയറി ഇറങ്ങി നടക്കണമെന്നാണോ അധികൃതർ പറയുന്നത്? ബാങ്കിന്റെ ശാഖ കയറി ഇറങ്ങി നടക്കണമെന്നാണോ? ആ പിടിച്ച ലിസ്റ്റ് അവരുടെ പട്ടിക അവരുടെ കയ്യിൽ ഉണ്ടാകും. അതിനനുസരിച്ച് പണം അവരുടെ ബാങ്കുകളിലേക്ക് കൊടുക്കുക. ഇനിയും ഇത് വെച്ച് നീട്ടിക്കാനുള്ള ഒരു ശ്രമം ഒരുപക്ഷെ ബാങ്ക് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് യുവജന സംഘടനകളുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നത്. കാരണം അവർ പറയുന്നത് 3 പേരുടെ പേര് ഉൾപ്പെടുന്ന ലിസ്റ്റ് അല്ല വേണ്ടത്. ആരുടെയെല്ലാം അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിച്ചോ അവരുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തി എന്ന് ഉറപ്പുവരുത്തുന്ന അത്തരത്തിലുള്ള ലിസ്റ്റാണ് വേണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ ഭാരവാഹിയായ റഫീഖ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. 3 പേരുടെ പണം തിരിച്ചു നൽകി എന്നുള്ള രേഖയാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളിൽ എന്താണ് ഡിവൈഎഫ്ഐയുടെ നിലപാട്? ഡിവൈഎഫ്ഐ രാവിലെ 7 മണി മുതൽ സമരം നടത്തുകയാണ്. ഇപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ 3 പേരുടേത് ഇപ്പം തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഉൾപ്പെടെ അവരെ കക്ഷികളെ ഉൾപ്പെടെ വിളിച്ച് ഉറപ്പുവരുത്തി. പക്ഷെ 3 പേരുടേത് അല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കുറേ ആളുകൾ ഞങ്ങളോട് പരാതി പറയുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായി അവിടെയുള്ള ബാങ്കിൽ നടന്നിട്ടുള്ള ഇടപാടും അതുപോലെ ഇവർ പിടിച്ചത് എത്രയാണെന്നുള്ളത് ഇവർക്ക് സോഫ്റ്റ്വെയർ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. സൈറ്റിൽ പരിശോധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ആ നിലയിൽ പരിശോധിച്ച് എത്ര പേർക്ക് അവർ പിടിച്ചിട്ടുണ്ടെന്നുള്ള കണക്കും ആ പിടിച്ച മുഴുവൻ ആളുകളെയും തുക തിരിച്ചു നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇത് കേരളത്തിന് ഇനി ചേരാത്തൊരു സംസ്കാരമാണ് ഇവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. കാരണം കേരളത്തിലെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ദുരിതത്തെ നേരിടുമ്പോൾ അതിന് വിഭിന്നമായൊരു നിലപാടാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരളീയ സമൂഹത്തോട് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മാപ്പ് പറയാനും തയ്യാറാകണം. ഈ ആവശ്യവും ഡിവൈഎഫ്ഐ വെക്കുന്നുണ്ട്. പൂർണ്ണമായി പിടിച്ചെടുത്ത പൂർണ്ണമായ തുകയും എല്ലാവർക്കും തിരിച്ചു നൽകുകയും അതോടൊപ്പം മാപ്പ് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഡിവൈഎഫ്ഐ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ തീരുമാനിച്ചുള്ളൂ. അതുവരെയുള്ള പ്രക്ഷോഭമായി ഡിവൈഎഫ്ഐ മുന്നോട്ട് പോകാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. തീർച്ചയായും ഡിവൈഎഫ്ഐ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഈ നിലയിൽ 2 ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. അതിൽ ആദ്യ ആവശ്യം എന്നുള്ള നിലയിൽ പിടിച്ച പണം തിരിച്ചു നൽകി തുടങ്ങി എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയൂ. എത്ര പേരുടെ പണം തിരിച്ചു നൽകിയെന്നടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും ബാങ്ക് മാനേജറുടെ പ്രതികരണം ഒരു പക്ഷേ വന്നേക്കാം. എന്തായാലും നമുക്ക് ബാങ്ക് മാനേജർ ഉൾപ്പെടെ സംസാരിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നടപടികളിലേക്ക് തിരിച്ചു നൽകുന്ന നടപടികളിലേക്ക് ബാങ്ക് കടന്നിരിക്കുന്നു. യുവജന സംഘടനാ നേതാക്കളെ ഇപ്പോൾ ബാങ്ക് മാനേജർ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അവരുമായി ഡിവൈഎഫ്ഐ, അതേപോലെ തന്നെ യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ്, ഈ 3 സംഘടനകളുടെ പ്രതിഷേധമാണ് ബാങ്കിന് മുന്നിൽ ഉള്ളത്. ആ യുവജന സംഘടനാ നേതാക്കളുമായുള്ള ചർച്ച ബാങ്കിനുള്ളിൽ ബാങ്ക് മാനേജറുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ചർച്ചയോടുകൂടി കൂടുതൽ വ്യക്തമായ ഒരു ഉറപ്പ് അല്ലെങ്കിൽ കൃത്യമായ ഒരു ധാരണ ഇത് സംബന്ധിച്ച് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. കാരണം തിരിച്ചു നൽകുന്ന നടപടി ബാങ്ക് ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. അതിൽ എത്രത്തോളം ആളുകളുടെ പണം പിടിച്ചു, എത്രത്തോളം ആളുകൾക്ക് ഇപ്പോൾ യുവജന സംഘടനാ നേതാക്കളുമായി ബാങ്ക് അധികൃതർ ചർച്ച നടത്തുകയാണ്. നിലവിൽ 3 പേരുടെ പണം തിരികെ നൽകി എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്കും ഡിവൈഎഫ്ഐക്കും അടക്കം ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും ഈ ചർച്ചയ്ക്ക് ശേഷം എന്താണ് നിലപാടെന്ന് അറിയാൻ കഴിയും.